കഞ്ഞിയും പയറും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത ഒരു വിഭവമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ചെമ്പരത്തി സർബത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇതിലേക്കായിട്ട് എന്തൊക്കെ ഐറ്റങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചുവന്ന ചെമ്പരത്തി 30-40 ചെമ്പരത്തി മതിയാവും. അത് കഴുകാൻ വേണ്ട വെള്ളം, ഏലയ്ക്ക, ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത്, കപ്പലണ്ടി തോടിളക്കിയത്, ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് ചെമ്പരത്തി സർബത്ത് ഉണ്ടാക്കാനുള്ള പാചകപ്രക്രിയയിലേക്ക് കിടക്കാം. ചെമ്പരത്തി പൂവ് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്ത ശേഷം ഇതിനെ ചെറിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട ശേഷം ഓരോ ഇതളുകളായി അരിഞ്ഞു മാറ്റുക. ചെമ്പരത്തി ഇതളുകളായി കഴുകി അരിഞ്ഞെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. വെള്ളം ചൂടാക്കി അതിലേക്ക് ഇട്ട് 10-15 മിനിറ്റ് തിളപ്പിക്കുക. ഇതിനെ നമ്മൾ ആദ്യം ചെറു ചൂടോടെ 3 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കുക. പഞ്ചസാര പാനി ഉണ്ടാക്കാനുള്ള വെള്ളവും മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം മതിയാകും പാനി ഉണ്ടാക്കാൻ. സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പാനി കാച്ചുക. 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് പച്ചവെള്ളം. വെള്ളം തിളച്ചു തുടങ്ങി. ഇതിലേക്ക് പഞ്ചസാര ഇടുക. പാനിയാവാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളയ്ക്കുന്നുണ്ട്. ഇനി സർബത്ത് ഉണ്ടാക്കാനുള്ള ചെമ്പരത്തിയുടെ ഇതളുകൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ചെമ്പരത്തി പൂ ഇടുക. വെള്ളം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഇറുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവ് ഇടുക. ചെമ്പരത്തിയുടെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഊറിപ്പിടിച്ചിരിക്കുന്നു. ആ ചുവപ്പ് കളറത്തിൽ മാറി ഇവിടെ മഞ്ഞ കളറും ഒരു വയലറ്റ് കളറെല്ലാം വന്നിട്ടുണ്ട്. ചെമ്പരത്തി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മുടി കൊഴിച്ചിലിന് ഒരു പരിഹാരമാണ് ചെമ്പരത്തി. ഷുഗർ ലെവൽ കറക്റ്റ് ആക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ ലെവൽ കറക്റ്റ് ആക്കുന്നു. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പുഷ്പമാണ് ചെമ്പരത്തി. ഇനി ഇത് അരിച്ചെടുത്ത് മാറ്റുക. അരിച്ചെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചെമ്പരത്തി നീര് കൂടി അരിച്ചെടുക്കുക. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മളവിടെ പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പാനി നമ്മൾ തിളപ്പിച്ച് വെച്ച ചെമ്പരത്തി സർബത്തിന്റെ വെള്ളത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര പാനി തിളപ്പിച്ച് വെച്ചേക്കുന്ന തന്നെ സർബത്ത് ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന നീരിലേക്ക് ഒഴിക്കുക. ഇനി ഇത് ഒരു തവണ കൂടി തിളപ്പിക്കുക. ചെമ്പരത്തിയുടെ ആ ചുവപ്പ് നിറം ഇത് നന്നായിട്ട് വരുന്നുണ്ട്. സർബത്തിനുള്ള വെള്ളം ചൂടായി തുടങ്ങി. ഇതിലേക്ക് നമ്മൾ സുഗന്ധത്തിന് വേണ്ടി അല്പം ഏലക്ക ഉപയോഗിക്കുകയാണ്. ഏലക്ക കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഏലക്കയ്ക്ക് നല്ല സുഗന്ധമാണ്.
മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സുഗന്ധവും ആ ഒരു രുചിയും ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ട്. ഒരു വളരെ നല്ലൊരു സുഗന്ധവ്യഞ്ജനമാണ്. ഇതിലേക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിയും ഇടാം. ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് അല്പം കപ്പലണ്ടി പരിപ്പും രുചി കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ്, അല്പം മാത്രം നന്നാക്കി ചൂടാക്കുക. ഈ ചൂടായ സർബത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക. സർബത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗ്യാസ് ഓഫാക്കി. ചൂടുകാലത്ത് നല്ലൊരു റിലീഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഷേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സർബത്താണ് ചെമ്പരത്തി സർബത്ത്. വളരെ ചിലവ് കുറഞ്ഞ ഒരു സർബത്താണ് ചെമ്പരത്തി സർബത്ത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സർബത്താണിത്. ആവശ്യാനുസരണം തണുപ്പിച്ചോ ഐസ് ക്യൂബുകൾ ഇട്ടോ കസ്കസ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ നമുക്കിത് സെർവ് ചെയ്യേണ്ടതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്പരത്തി ജ്യൂസ്, ആരോഗ്യപ്രദമായ ചെമ്പരത്തി ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് വളരെ ലളിതവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു സർബത്താണ്. ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ഹാനികരവും അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളോ ഒന്നും ചേർക്കാത്ത തനി നാടൻ രീതിയിലുള്ള ഒരു സർബത്താണ് ചെമ്പരത്തി സർബത്ത്. ശരീരത്തിന് നല്ല ദോഷകരമല്ലാത്ത ഒരു സർബത്തായി ഇത് മാറുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ കാണാനായി എല്ലാവരും കാത്തിരിക്കുക. നന്ദി.